പാദരക്ഷകൾ വേണ്ടത് വെച്ചുള്ള സഞ്ചാരഗതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വോക്ക് സ്ലോലി, മെല്ലെ നടക്കുക, വോക്ക് ജെൻലി, ഏറ്റവും സൗമ്യമായിട്ട് നടക്കുക, ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക. ഒരു കൊച്ചുവർത്താനം കൂടി അതിനുമീതെ പറഞ്ഞ് ഈ പാദവിചാരം അവസാനിപ്പിക്കാൻ കരുതുക. വോക്ക് റബ്ബറിൽ നിന്നാണ് മണ്ണിനോടും മനുഷ്യരോടുമൊക്കെ പുലർത്തേണ്ട ഒരാദരവുണ്ട്. മണ്ണ് വെറുതെ അവൻ്റെ തിരുശേഷിപ്പാണ്. വിശുദ്ധനാടുകൾ സന്ദർശിക്കാൻ പോയ ഞങ്ങളൊരു വൈദികൻ തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ ചെരുപ്പ് വേണ്ടെന്ന് വെച്ചു. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അതിലൂടെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ആ ബോധമുള്ളിലേക്ക് വന്നത്, ഇത് ഈശ്വരൻ്റെ പാദമുദ്ര വീണ ഇടങ്ങളാണ്. അവിടുത്തെ ചോര വീണ് കുതിർന്ന മലയാണ്, അവിടുത്തെ വിയർപ്പ് വീണ പണിശാലകളാണ്, അവിടുത്തെ ചുണ്ടൂടി ഉറങ്ങിയ അമരങ്ങളാണ്. ആ നിമിഷം വല്ലാത്തൊരു പവിത്രത ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ട് ആൾക്ക് അനുഭവപ്പെട്ടു. കുറേ കൂടി റെസ്പെക്റ്റോടുകൂടി ജീവിക്കാനായിട്ടുള്ള ആ ഒരു ചെറിയൊരു ക്ഷണത്തെ പ്രഭാതധ്യാനമായിട്ടെടുത്താൽ നല്ല മണ്ണ് മനുഷ്യൻ എല്ലാത്തിനെയും കരങ്കൂപ്പാൻ പറ്റുന്ന ഒരു പ്രകാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മനുഷ്യനെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നത്? Man was created image of God. ഈ ദൈവിക ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ് പറയുക. എന്താണ് ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്? ഞങ്ങളത് വേദപുസ്തകം പഠിക്കുന്ന ആ സമയത്ത് ഞങ്ങളത് പഠിപ്പിച്ച അധ്യാപകൻ 60 ഭാഷകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിവുള്ള വ്യക്തികളൊരാളായിട്ട് പരിഗണിക്കപ്പെടേണ്ട കെ. ലൂക്ക് എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ്. അതിൻ്റെ ഒരു ലേണിംഗ്, ഈ ഒരു ചെറിയ വാക്ക് ദൈവിക ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ ആ കുഞ്ഞ് പദത്തിൻ്റെ വിവിധങ്ങളായ വിചാരങ്ങൾ അദ്ദേഹം ഏറ്റവും ഭംഗിയായിട്ട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ദർ ഇസ് ഓൾസോ എ പോപ്പുലർ വിഷൻ. എന്താണ് ഈ ദൈവിക ഛായ എന്നതിനെക്കുറിച്ചൊരു സാധാരണ ഒരു വിചാരം കൂടി ഉണ്ട്. എന്നിട്ടൊരു നിമിഷം അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് പതുക്കെ പറഞ്ഞു, യുവർ കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള നിങ്ങളുടെ സാധ്യതയാണ് നിങ്ങളുടെ ദൈവിക ഛായ. ഏതെങ്കിലും ഒരു മനുഷ്യന് നിങ്ങളത് ഇന്നോളം കാണാതിരുന്നിട്ടുണ്ടോ? അലഞ്ഞടക്കുന്ന മനുഷ്യന്, ഉന്മാദികളായ മനുഷ്യന്, ഏതെങ്കിലുമൊക്കെ പാളിച്ചുകളിൽ പെട്ടുപോയ മനുഷ്യന്, കിടക്കയിലേക്ക് ചുരുണ്ടുപോയ മനുഷ്യന്, പിന്നെ എവിടെയെങ്കിലും ഈ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ സാധ്യതയുള്ള ഇല്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടിങ്ങനെ കുട്ടനാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണാണയം ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി. വയലിലേക്കാണ് അത് ഉരുണ്ടുപോയത്. വയൽ വരുമ്പം താഴേക്കത് പോയി. തപ്പാവുന്നത്രയും തപ്പി, കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം അയാളുടെ തലമുറയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ വയൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒത്തിരി ശബ്ദം കേട്ടു. നോക്കുമ്പോൾ നല്ല കട്ടിയുണ്ട്, ചേറല്ല. അടുത്തുള്ള ആറ്റുപരമ്പിലേക്ക് ചെന്ന് അതിൻ്റെ മണലിൽ ഈ ഒരു കാര്യം ഒരച്ചൊരച്ചൊരച്ചൊരച്ച് കഴുകി ഒടുവിൽ അത് പൊന്നാണയമായിട്ട് തെളിഞ്ഞതുപോലെയാണ് മനുഷ്യൻ്റെ കഥ. ഇത്തിരി കൂടി പ്രകാശമുണ്ടെങ്കിൽ, ഇത്തിരി കൂടി ധ്യാനം ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ, ധ്യാനത്തിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ, ഇത്തിരി കൂടി മിഴികളിലേക്ക് ഉറ്റുനോക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യരെത്ര തനിത്തങ്കമാവും. 1957 തായ്വാനിലെ ഒരു മോണസ്ട്രി അവർ മാറ്റാനുള്ള ശ്രമമാണ്. അവിടെ വലിയൊരു ബുദ്ധ വിഗ്രഹമുണ്ട്. അതിങ്ങനെ മഡ്ഡുകൊണ്ടുണ്ടാക്കിയ, കളിമണ്ണുണ്ടാക്കിയ ഒരു ബുദ്ധ വിഗ്രഹം. പക്ഷെ അത് എടുത്തു മാറ്റാനുള്ള ശ്രമത്തിൽ അവരൊരാൾ അതിനകത്തൊരു ക്രാക്ക് ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ അത് തിളങ്ങുന്നുണ്ട്. വൈകാതെ അവർക്ക് പിടുത്തം കിട്ടി ഇത് സ്വർണ്ണബുദ്ധയാണ്. അതിന് മീതെ ഇങ്ങനെ ചേറ് പൊത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. 300 വർഷം പുറകോട്ട് പോകുമ്പോൾ ഈ ബർമയിലെ രാജാവ് പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ആശ്രമങ്ങളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ കൊള്ളയടിക്കുകയായിരുന്നു. അപ്പോൾ തങ്ങൾക്ക് പ്രഷ്യസായ ഈ സ്വർണ്ണബുദ്ധ കൈമോശം വരുമെന്നൊക്കെ ഓർത്തിട്ട് അവർ ബുദ്ധാചാര്യന്മാർ ഒരുമിച്ച് അതിനെ ഇങ്ങനെ ചേറുകൊണ്ട് പൊതിയുകയും ആരോടും പറയരുതെന്ന് വ്രതമെടുക്കുകയും ചെയ്തു, പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു.
അവർ കടന്നുപോയി. അവരിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും അവർ വാക്ക് നന്നായിട്ട് പാലിച്ചു, ആരോടും പറഞ്ഞില്ല. ഫലത്തിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് ഒരിക്കൽ സ്വർണ്ണബുദ്ധനായിരുന്ന ഒരാൾ ഇങ്ങനെ ചേറുബുദ്ധനായിട്ട് മാറുകയാണ്. മനുഷ്യൻ്റെ കഥ ഇത് തന്നെയാണ്. എന്തൊക്കെ കൂടിച്ചേർന്നിട്ട് അവനെ ഇങ്ങനെ ചേറുബുദ്ധയാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഇത്തിരി ഒന്ന് ഉരച്ച് നോക്കുമ്പോൾ അകത്ത് തെളിയുന്നത് ആ സുവർണ്ണ പ്രഭ തന്നെയാണ്. അതിലേക്ക് തുറന്ന മിഴികളുണ്ടാവട്ടെ.